ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആദ്യമായിട്ട് വീഡിയോ ഉണ്ടാക്കുന്നു, പ്ലീസ് ഡു ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ നബിദിനാശംസകൾ, പിന്നെ അതുപോലെ തന്നെ ഓണാശംസകൾ. എന്താണ് ബാക്കി നൗഫല് കൈമാറാണ്? കാരണം എനിക്കൊന്നും പറയാൻ പ്രത്യേകിച്ച് കിട്ടണില്ല. നമ്മളെ പള്ളിന്റെ അവിടെയാണ്. അതെ അതെ, അങ്ങോട്ട് നമുക്ക് നമുക്ക് കാണാം. അങ്ങനെ എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ ഓണപരിപാടികളൊക്കെ? ഓണം വൈബിലാണ് സത്യം പറഞ്ഞ വന്ന് നിൽക്കുന്നത്. ഇന്നൊരു പരിപാടി ഉണ്ട്, 18 പോലുള്ള പരിപാടിയാണ്. വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളാണ് ഞങ്ങൾ അങ്ങനെ പറയാം. അതെ, എല്ലാവരും അതെ ചെയ്തുകൊണ്ടിരിക്കുന്ന തറമ്മൽ ബോയ്സ് ആൻഡ് ടീംസ് അല്ലേ? എല്ലാവരും കേട്ടാ, എല്ലാവരും കൂടെ വർഷങ്ങളായിട്ട് നബിദിന റാലി വരുമ്പോ ഇവിടെ നമ്മൾ മധുരപാനീയങ്ങൾ നമ്മൾ കൊടുക്കാറുണ്ട്. ടീംസ് ഓഫ് തർമൽ ബോയ്സ്. അങ്ങനെ മാത്രം പറഞ്ഞാൽ ബാക്കിയുള്ളത് കൂട്ടിലടിക്കോ? എന്തായാലും അതെല്ലാം കാണിക്കാം. അവിടെ എല്ലാരും വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെ ചീത്ത. അപ്പൊ എത്രയും പെട്ടെന്ന് നമ്മൾ അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ അവിടെ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഇന്ന് നമ്മൾ കൊടുക്കണമെന്ന് അറിയില്ല. കാരണം നമ്മള് സംഘാടകരാണെങ്കിലും എന്താണ് പ്ലാൻ ചെയ്തിട്ടില്ല അറിയില്ല കേട്ടോ. അതറിയില്ല, അറിയില്ല കേട്ടോ. ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം വരെ കൊടുത്തിട്ടുണ്ട് ഒരു പഞ്ഞി മിഠായിയാണ്. ഇപ്രാവശ്യം എന്താണ് കൊടുത്തത്? ഒരു പഞ്ഞി പോലത്തെ മിഠായി കൊടുത്തത്. കേക്കണ്ട, കേക്കും തിരിച്ചറിയാത്തോണ്ടാ അതാണ് കൊടുത്തത്. അപ്പൊ ഇപ്രാവശ്യം എന്താണെന്ന് അറിയില്ല. അപ്പൊ എന്തായാലും എന്റെ ചെറിയൊരു ഓണപ്പരിപാടി മോള വിശേഷങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കണ്ടിട്ട് വരാം. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനാട്ടോ. അപ്പോൾ ഇന്ന് ഓണമായിട്ട് നമുക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ. നമ്മളെ ഓണം എങ്ങനെ പോകുന്നത് ഞാൻ കാണിച്ചു തരാം. എല്ലാ വർഷത്തെയും പോലെ തന്നെ ഈ വർഷം എനിക്ക് ഓണായിട്ട് ഓണസദ്യ കഴിക്കാൻ വേണ്ടി ശ്രീരാഗ് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വ്ളോഗ് എടുക്കാം. അതുപോലെ തന്നെ നബിദിന കേട്ടോ. നബിദിന പരിപാടിയൊക്കെ നാളാണ്. അപ്പോൾ ഇൻഷാല്ലാ ഈ വ്ളോഗും ഇതിൻ്റെ ബാക്കി നബിദിനായിരിക്കും. അപ്പോൾ എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം. എനിക്കൊന്ന് കട ഉണ്ട്, അപ്പോൾ കടയിലും പോകണം. അപ്പോൾ ഉച്ചയ്ക്കാണ് ഞാൻ പോവുക. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. ഹായ്, ഓണത്തിന് സ്പെഷ്യൽ പരിപാടി എന്താണ്? ഒന്നുമില്ല. ഉണ്ടല്ലോ ഇവന്റെ അത്ര പുച്ചിക്കുന്ന ഒരാളെ ഓണായിട്ട് പുച്ചിക്കണ്ടില്ല. അല്ലടാ, എന്റെ ഷർട്ട് എങ്ങനെയുണ്ട്? എന്റെ ഷർട്ട് ഓണം ഷർട്ട് എങ്ങനെയുണ്ട്? ഇത്ര നേരം ഓണൊക്കെ ആയിട്ട് കഥ കുത്തുന്ന ഡ്രസ്സ് നിർത്തിയില്ല. ഐറ ഗോൾഡിനോടൊപ്പല്ലേ? റെഡി. ആ കുത്തിക്കോ. എക്സ്പ്രഷൻ കറക്റ്റ് കിട്ടി. ചെറുതായിട്ടില്ല. രസമുണ്ട്, കാണാൻ രസമുണ്ട്. ഒന്നുകൂടെ നേരം പോലെ ഇട്ട് ഉള്ളിക്കിട്. ഇവിടെ ഇട്. ഹലോ, റെഡിയല്ലേ സദ്യക്കാൻ? സദ്യയിലല്ല, ചിക്കനുണ്ട്. ചിക്കൻ പൊരിച്ചത്. ഇതിന്റെ പേര് കറിയില്ല. ഇത് കുറച്ച് മതി. അതിന്റെ പേരെന്താണ് അഭിഷേക്? എന്താണ് ഇതിന്റെ പേരറിയില്ല എനിക്ക്. ഇന്നലെ ഞാൻ കോയമ്പത്തൂര് ഹാപ്പിയാണോ? ഇതങ്ങനെ നടന്നുകൊണ്ടിരിക്കണ്. നിങ്ങളുടെ ഓണപ്പരിപാടികളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു. എല്ലാവരും ഇതാണ് നിൽക്കുന്നത്. തറമ്മൽ ബോയ്സ് ആൻഡ് ടീംസ് ആണ് നിൽക്കുന്നത് മൊത്തം. റാലി ഇവിടെ എത്താനായിരിക്കും. ഇപ്രാവശ്യം നമ്മള് സാധനം മാറ്റിക്കുന്ന പറഞ്ഞത് കളർ ഒന്നെ. ഷെയാൻ ഷെയാനല്ല, അതേ കണ്ടില്ല.
നമ്മളെ യൂസ് പാക്കൻ്റെ പുതിയ ഹോട്ടൽ കേട്ടോ, ബിസ്മി ഹോട്ടൽ. ബിസ്മി ബിസ്മി ഹോട്ടൽ ഇപ്പൊ നിൽക്കുന്നത്. ഇപ്പൊ റാലി കാണാൻ വേണ്ടി ഇവിടെ സെറ്റ് ചെയ്ത് നിൽക്കുന്നു. സാബിൻ അത് വന്നിരിക്കുന്നു. ഇവിടെ നമ്മളെ മെയിൻ മാനേജർ ഇട്ടോ നിൽക്കുന്നത്. നമ്മളെ ഗ്രൂപ്പിന്റെ ഫുൾ അഡ്മിൻ ഗ്രൂപ്പിന്റെ വലിയ അഡ്മിൻ, സ്മൂത്ത് അഡ്മിൻ. പൈസ എല്ലാം കളക്ട് ചെയ്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താളാണ്. ഓക്കെ, ഒരു ചർച്ചയിലാട്ടോ എങ്ങനെ കൊടുക്കും, ആര് എങ്ങനെ കൊടുക്കും ചർച്ചയിലാണ്. ഇവിടെ തന്നെ ഇരിക്കുന്നു. ഈ 3 വർഷത്തെ ഈ സൈഡും പോയിക്കോട്ടെ. നമ്മളെ പുറത്തൊരു പഞ്ചായത്ത് പറഞ്ഞു, പുറത്തൊരു ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുന്നു. അവിടെ എത്തിയിരിക്കുന്നു. ഒരു ടീം അപ്പുറം നിൽക്കുന്നുണ്ട്. നമ്മൾ വ്ളോഗ് എടുക്കുന്നത്. നമ്മളെ പള്ളി നമ്മള് കുറെ ആൾക്കാരെ മിസ് ചെയ്യുന്നുട്ടാ. സോലിഹ്, ജാഫർ, സിനു എല്ലാരും ഉണ്ടാവല്. നൗബ അതൊന്നും കാണാനും പോലും ഇല്ല സത്യം പറഞ്ഞ. ആ നിക്കട സുലൈമാനക്ക. منعكس لديك وجه الحساب غير من على حبيبك خير. നമ്മൾ യൂസ് പാക്ക് പണിയിലിട്ടാണ് അല്ലേ, ഫുള്ള് തിരക്കിലാണ്. മാഷാ അല്ലാഹ് അടിപൊളിയായിട്ട് ഹോട്ടലിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. മറ്റു കലാപരിപാടികളും അരങ്ങേറുന്നതാണ്. ഈ നാട്ടിലെ മുഴുവൻ രക്ഷിതാക്കളും വിദ്യാർത്ഥികളുടെ പരിപാടികളുടെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി നേരത്തെ 4 മണിക്ക് മുമ്പ് തന്നെ വിദ്യാർത്ഥികളെ മദ്രസയിൽ എത്തിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഫ്ലവർ ഷോ നമ്മളെ സ്ഥലം നിൽക്കുന്നുണ്ട്. അതിലെ ബസ് സ്റ്റാൻഡില്ല അവിടെ തലക്കല അവിടെ. അടിപൊളി അടിപൊളി അടിപൊളി. ഇതാരെ ചേർത്തന്ന ഇതില് ഉസ്താദ് പറ നിൽക്കാൻ വേണ്ടി പറഞ്ഞ എന്താ പറഞ്ഞ ഉസ്താദ് പറഞ്ഞേ? മച്ചി കണ്ട ജി. ബസ് അത്രയും നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ഇപ്പോഴാണ് പോണത്. ആകെ തിരക്ക്. എല്ലാം ചേരുന്നുണ്ടല്ലേ ആ കൊടി. അതെ, കൊടി പിടിക്കാനായിട്ടുണ്ടോ? നൗഫൽ ഇങ്ങനെ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. നൗഫലോട് അതെ നൗഫല ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നത്. യുവ വ്ളോഗറാണ്. ആളെ കാണുമ്പോ ഇബാൻ അതാ പോട്ടെ. ഇബാൻ ആളെ കണ്ടപ്പോ ഉള്ളിക്ക് അതാ പോണ്. ഇവിടെ ബാഗറ്റൊക്കെ പോണ്. ഇടയ്ക്ക് ഫുൾ ഇഞ്ചൊക്കെ ചെയ്തിട്ട് ഫുൾ ലുക്കില്. നബിത് ലോകമുണ്ട്. ഓസിന് ഇവിടെ വാ, ഇവിടെ വാ. എല്ലാ ഇജ്ജ് എപ്പോഴേ പോയതപ്പോ റാലിന്റെ കൂടെ എന്നെ ആരാ കൊണ്ടുപോയതപ്പോ? ഉപ്പച്ചിന്റെ കൂടെ. ഏത് ഉപ്പച്ചിന്റെ കൂടെ? നിങ്ങളുപ്പച്ചിന്റെ കൂടെ. അടിപൊളി ലുക്ക് ഇട്ട ഒരു ഫോട്ടോ കിട്ടാ നീ എന്നങ്ങടോ.
ഇതാണ് നമ്മളെ ഓസിൽ 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 അപ്പുറത്തേക്ക് ആ സൈഡിക്കോ ഈ സൈഡിക്കോ ആ ബടക്ക് ഒരു ഫോട്ടോ എടുക്കട്ടെ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആദ്യമായിട്ട് വീഡിയോ ഇറക്കുന്നു, പ്ലീസ് ഡു ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങൾക്ക് പെട്ടെന്ന് മിററൊക്കെ മാറില്ല, ഹോട്ടലിൻ്റെ മുമ്പിൽ എത്തുന്നതായിരിക്കും ജി. അതെ, നാളെ ഇൻഷാല്ല നമ്മളെ യൂസ് പാക്കാൻ്റെ പുതിയ ഹോട്ടലിൻ്റെ ഉദ്ഘാടനം കേട്ടോ. അതും നമ്മളവിടെ പുറത്തൂർ സ്വന്തമായിട്ട് യൂസ് പാക്ക് പുതുതായിട്ടൊരു ഹോട്ടൽ നമ്മളെ പുറത്തൂരിൽ അങ്ങ് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവിധ സാധനങ്ങളും ഇനി പുറത്തൊരു കിട്ടും. ഏത് നിങ്ങൾ ഫുഡിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരിക്കലും ബുദ്ധിമുട്ടില്ല. ഇൻഷാല്ല നാളെ നമ്മളെ ബിസ്മി ഹോട്ടൽ നാളെ നമ്മളെ പുറത്തൂരിന് വേണ്ടി സമർപ്പിക്കാൻ വേണ്ടി പോട്ടെ. ബിസ്മി റെസ്റ്റോറൻറ്റ്. ചിക്കൻ ബിരിയാണി, കുട്ടൻ ബിരിയാണി, നെയ്ച്ചോറ്, ഊണ് എല്ലാം ഉണ്ട്. ഇൻഷാല്ല നമ്മളെ ഇനാഗ്രേഷൻ നാളെട്ടാ. ഇതാണ് ബാബാക്ക, നമ്മളെ യൂസ് പാക്കാൻ്റെ ഏത് കാലത്തെയും വലം കൈയാണ് നിൽക്കുന്നത്. ബാബാക്ക ഇതാണ് നമ്മളെ യൂസ് പാക്ക, ഇതാണ് നമ്മളെ മെയിൻ ഓണർ. നാളെ എപ്പോഴാണ് ഇൻഷാല്ല പരിപാടി? നാളെ സുബൈസ്കാരം കഴിഞ്ഞിട്ട്. അപ്പോൾ നാളെ തന്നെ എല്ലാ വിഭവങ്ങളും ഉണ്ടാവും നാളെ ഇൻഷാല്ല. എല്ലായിടത്തും ഫ്ലവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒന്നുണ്ട്. വീഡിയോ ഞങ്ങൾക്ക് വിട്ടത്. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നമ്മളെ പുറത്തൂരത്തെ ആൾക്കാരോട് എന്താണ് പറയാനുള്ളത്? നാളെ ഉദ്ഘാടനമാണ്, നാളെ നമ്മളെ ഷോപ്പിന്റെ ഉദ്ഘാടനമാണ്. അപ്പൊ പുറത്തൂരുള്ള ആൾക്കാരോട് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? എന്താണ് ബാബാക്കൊന്ന് പറയാത്തത്? എന്താണ് ഞാൻ പറയുന്നത്, നിങ്ങളെ സഹകരണമാണ് നമ്മളെ വിജയം. അതാണ് കിട്ടേണ്ടത്. അതെ, നാളെ മുതൽ പുറത്തൂരിന് വേണ്ടി സമർപ്പിക്കുകയാണ് ബിസ്മി റെസ്റ്റോറന്റ്. ഇത്രയും കാലമായിട്ടില്ലാത്തൊരു ഹോട്ടലാണ് നമ്മളെ പുറത്തൂര് വന്നിട്ടുള്ളത് അല്ലേ? അതെ. അപ്പൊ ഭക്ഷണം നമ്മള് പരമാവധി നന്നാക്കി കൊടുക്കാൻ നമ്മള് പരിശ്രമിക്കും, നന്നായി കൊടുക്കുകയും ചെയ്യും. അല്ല, എത്ര വർഷത്തെ പരിചയമുണ്ട് ഇപ്പൊ യൂസ് പാക്കാന്? യൂസ് പാക്ക് എന്ന് പറഞ്ഞാല് ഇതില് പരിചയം എന്ന് പറഞ്ഞാല് അങ്ങനെയല്ല, നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ യൂസ് പാക്കാൻ അറിയാം. കുറെ വർഷങ്ങളായിട്ടുള്ള പരിചയമുള്ള ആളാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഭക്ഷണം എങ്ങനെ ഉണ്ടാവും, എങ്ങനെയൊക്കെ ഉണ്ടാവും എന്നുള്ളത്. നിങ്ങൾ പറഞ്ഞോടിക്കും എങ്ങനെ ഉണ്ടാവും. ഭക്ഷണം അടിപൊളിയായിരിക്കും, അടിപൊളിയായിരിക്കും നമ്മൾ പറയുന്നത്. അത്രയും കാലം നമ്മൾ അങ്ങനെയുള്ള കൊടുത്തിട്ടുള്ളത്. ഒന്നും രണ്ടും കടല്ല. അപ്പൊ ഇൻഷാല്ലാ അപ്പൊ നാളെ 5 മണിക്ക് നമ്മള് അങ്ങോട്ട് തുറന്നു കൊടുക്കാണ്. അതെ, പുറത്തൂരിന് സമർപ്പിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ നമ്മളെ മെയിൻ ആയിട്ടുള്ള ആള് പണിയെടുത്തുകൊണ്ടിരിക്കാണ്ടില്ലേ, കാര്യമായിട്ട് പണിയിലാണ്. അതിൽ എന്താണ് നമ്മളെ പുറത്തൂരായിട്ട് പറയാനുള്ളത്? നമ്മളെ പുറത്തൂർ ആൾക്കാർ നമ്മളെ വീഡിയോ കാണും, നമ്മളെ പ്രവാസികളോടൊക്കെ പറയുന്നില്ല. 2 വാക്ക് പിന്നെ തുടക്കാം. ബാബാക്ക പറഞ്ഞില്ലേ? ബാബാക്ക പറയല്ല, സുമേ നമ്മളെ യൂസ് പാക്കാന്റെ സ്വന്തം സ്ഥാപനമാണ്. അതെ. അപ്പൊ എന്താണ് പറയാനുള്ളത്? എത്ര പണിക്കാരുണ്ട് നാളെ? ഇൻഷാല്ലാ എല്ലാരും ഉണ്ടാവും എന്ന് വിചാരിക്കണം. എല്ലാരും വന്നാ രണ്ടാൾക്കാർ ഇപ്പൊ നിലവിലുണ്ട്. അങ്ങോട്ട് നിക്കുക ഒന്ന് പറയുങ്ങള്. പിന്നെ ആൾക്കാരിങ്ങനെ കച്ചവടത്തിനനുസരിച്ചിട്ട് അതെ. നമ്മളെ സ്പോട്ട് വരുന്നത് എവിടെന്നറിയോ? നമ്മളെ പുറത്തൂര് ബസ് സ്റ്റാൻഡിൽ ഈ പള്ളിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. കണ്ടില്ലേ, ഇവിടെ ആയിട്ടാണ് വരുന്നത്. ഞാൻ കാണിച്ചിട്ടാ. ഇവിടെ ഫുള്ള് പണി. ഇങ്ങനെയും കയറാം, കണ്ടില്ലേ, സ്റ്റെപ്പും ഉണ്ട്, രണ്ടും ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ഹോട്ടലിൻ്റെ മുൻഭാഗം. പിന്നെ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ക്യാഷ് കൗണ്ടറാണ്. പിന്നെ എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ, ഉണ്ടല്ലേ. സെറ്റ് ചെയ്യാൻ കേട്ടോ. നാളെ അതിലൊക്കെ സാധനങ്ങളുണ്ടാവും. ഇന്ന് കാണുന്ന പോലെ നാളെ എല്ലാ സാധനങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്. ഇവിടെ ഇവരൊക്കെ വർത്തമാനം പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ അവിടെ കാണിച്ചു തരാം. ആഹാ, ഫുൾ അടിപൊളിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം. ഇതൊക്കെ ആരാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കണത് യൂസ് പാക്ക? അതൊക്കെ അഭിയാത്താൻ ടീംസ്. 100 ആൾക്കാരെ പരിപാടി ഉണ്ട്, 500 ആൾക്കാർ പരിപാടി ഉണ്ട്. ഒന്നുകൊണ്ട് വിശപ്പിക്കേണ്ട ആവശ്യമായിട്ടാ. അമ്മമാര് വലിയ ചെമ്പള അവിടെ ഉള്ളത് കണ്ടില്ലേ. അപ്പം നിങ്ങൾ പുറത്തൂർക്ക് എന്തുകൊണ്ട് പുറത്തൂരുന്നല്ല, നമ്മൾ എവിടെ ഓർഡർ ഉണ്ടെങ്കിലും നിങ്ങൾ വിളിച്ചാൽ നമ്മൾ നമ്പർ അടി കൊടുക്കുന്നതായിരിക്കും കേട്ടോ. ഇതാണ് നമ്മളെ പള്ളി. ഇതിന് നേരെ ഓപ്പോസിറ്റ് കണ്ടല്ല, ഇതാണ് നമ്മളെ ബിസ്മി റെസ്റ്റോറൻറ്റ്. നാളെ ഇൻഷാല്ലാ നല്ല വെളിച്ചത്തിൽ കാണിച്ചു തന്നെ കേട്ടോ. കുറേ ഫോട്ടോ ഒക്കെ എടുക്കാണ്ട് നാളെ. ബിസ്മി റെസ്റ്റോറൻറ്റ്. അപ്പം ബാക്കി നാളെ കാണാം. ബൈ, ഗുഡ് നൈറ്റ്. രാവിലെ നീച്ചാൽ മതിയെന്ന്. ഫുള്ള് തിരക്കട്ടെ, ഹോട്ടലിൽ ഫുള്ള് തിരക്കണേ. എന്താ പോണേ ക്യാമറമാൻ മതി. പുതിയ
പുതിയ ഹോട്ടലിൽ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ഇബാനെ നോക്ക്. ഇബാൻ എക്സ്പ്രഷൻ ഇട്ടിങ്ങനെ ഒരു ഇല്ല, എക്സ്പ്രഷൻ ഇങ്ങനെ ഇട്ട് വാരിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മളെ ഹോട്ടലിൽ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുന്നു. കുറച്ച് വീഡിയോ ഒക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ട് അപ്പോൾ അങ്ങനെ ഹോട്ടലിൽ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ഹോട്ടൽ ബിസ്മി റെസ്റ്റോറൻറ്റ് പാർട്ടി ഓർഡറുകൾ സ്വീകരിക്കുന്നു. നമ്പറൊക്കെ കേട്ടോ അവിടെ ഉണ്ട് ആണല്ലേ. ഇപ്പോൾ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് ബിസ്മി റെസ്റ്റോറൻറ്റ് പുറത്തു പാർട്ടി ഓർഡറുകൾ സ്വീകരിക്കുന്നു. ചിക്കൻ ചില്ലി, ചിക്കൻ കൊണ്ടാട്ടം, ചിക്കൻ റോസ്റ്റ്, ചിക്കൻ പെപ്പർ, ബട്ടർ ചിക്കൻ, ബീഫ് ഫ്രൈ, ബീഫ് റോസ്റ്റ്, ബീഫ് ചില്ലി, ബീഫ് കൊണ്ടാട്ടം. ഏതൊക്കെ ഐറ്റങ്ങളല്ലേ. ഐറ്റം ഏതായാലും ബിസ്മി റെസ്റ്റോറൻറ്റ്. വെൽക്കം ബിസ്മി റെസ്റ്റോറൻറ്റ് പുറത്തു. എല്ലാ പാർട്ടി ഓർഡറുകളും സ്വീകരിക്കുന്നു. തുടക്കം അതന്നെ, അടിപൊളി ചായ, സമൂസ, ലഡു. ഈ പുട്ടുണ്ടെന്ന് പറഞ്ഞ മൂന്നാമത്തെ ഒരു കടി ഉണ്ട്. പുട്ടും പപ്പടം. നമ്മളെ നബിദിന പരിപാടി സെറ്റാക്കണ്ടേ? കിട്ടിക്കഴിഞ്ഞാൽ ഉഷാറായി. എന്താ പറയാനുള്ളത്? പിന്നെ വേറെ എന്തൊക്കെയാ? വേറെ ഇനിയിപ്പോ ഉച്ചക്ക് പരിപാടി ഉണ്ട്. നെയ്ച്ചോറ് ഉദ്ഘാടനം. ബൈ. മലയാളിയാണത്. മലയാളം പറയും. എങ്ങനെ എന്താണ് നമ്മള് എന്താ പറയാനുള്ളത്? എന്താണ് വേറെ എന്തൊക്കെ പറയാനുള്ളത്? അങ്ങനല്ല, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മളെ ഹോട്ടലിനെ പറ്റിയിട്ട് എന്താ അഭിപ്രായം പറയാൻ എന്തോ പറയാണ്ടെന്ന് പറഞ്ഞു. ഹോട്ടലിനെ പറ്റി എന്താ പറയാനുള്ളത്? ഹോട്ടലിനെ പറ്റി നല്ല അഭിപ്രായം തന്നെയാണ്. ഈ പ്രദേശത്ത് ഇങ്ങനത്തെ ഹോട്ടലില്ലല്ലോ. അപ്പോൾ ആളുകളെ സൗകര്യങ്ങളും പാർക്കിങ്ങും ഭക്ഷണങ്ങളും വൃത്തിയൊക്കെ ഉള്ള ആവശ്യങ്ങൾ ഹോട്ടലാകുമ്പോൾ അതെല്ലാം ഇതോടെ ഒത്തു ചേർന്നിട്ടുണ്ട്. ആളുകളൊക്കെ വന്ന് കച്ചവടം വിജയിക്കട്ടെ. അങ്ങനെ നമ്മളെ ഓണപ്പരിപാടിയും നബിദിന പരിപാടിയും അതുപോലെ തന്നെ യൂസ് പാക്കാൻ്റെ പുതിയ ഷോപ്പിൻ്റെ ഉദ്ഘാടനങ്ങൾ കണ്ടു വിശ്വസിക്കണ്ട. അപ്പോൾ ഇതൊക്കെ എല്ലാം കൂടെ കൂട്ടി ഞാനൊരു വ്ളോഗാക്കിയതാണ്. നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് ഇങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റുള്ളൂ. നമ്മൾ പുതിയ കണ്ടന്റ് ആയിട്ട് വരും കേട്ടോ. നമ്മളൊരു പുതിയൊരു വീഡിയോ വരാൻ ഉണ്ട്. അതും ഒരു ലോങ് പോയിട്ടുള്ള വീഡിയോ. അതിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പുതിയൊരു വിഷ്വൽസ് ആയിരിക്കും കിട്ടുക. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. നമ്മളെ വീഡിയോ കണ്ട എല്ലാവരോടും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മളെ ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കട്ടെ. പുതിയൊരു വീഡിയോ പുതിയൊരു ദിവസങ്ങളാണ് ഗൈസ്. ബൈ ഗൈസ്.